ഇപ്പോൾ ഓണായിട്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല മഴയായിരുന്നല്ലോ. മഴ മാറാൻ വേണ്ടി നിന്നിട്ട് നമ്മൾ അമ്പലത്തിൽ എത്തുമ്പോൾ 10 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി ചെന്ന് തൊഴുത് ഇറങ്ങിയിട്ട് വന്നു കേട്ടോ. അതാണ് കേട്ടോ ഒന്ന് പഴയന്നൂർ അമ്പലത്തിൽ പൂക്കളുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമ്പോഴാണ് പാല് വാങ്ങാൻ പറഞ്ഞതായിട്ട് ഓർമ്മ. എന്നിട്ട് പിന്നെയും വണ്ടി തിരിച്ച് നമ്മൾ കടയിൽ വന്ന് 2 പാക്കറ്റ് പാലൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയപ്പോൾ രണ്ടാളോടും കൂടി ഒന്ന് നടന്നു വരാൻ പറഞ്ഞപ്പോഴേക്കും സ്വത്തോട്ടി ഓടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. സ്വത്തുട്ടി കാര്യമായിട്ട് എല്ലാം എടുത്ത് എറിയാനാണ് ഇട്ടിരിക്കുന്നത്. ചോറ് ഉണ്ണാൻ വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. ആളായിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുകയായിരുന്നു. അപ്പോഴേക്കും അമ്മ ശർക്കര വരട്ടിയും ചായനൂർക്കൊക്കെ കൊണ്ടുവരുന്ന കണ്ടപ്പോഴേക്കും ആൾ വേഗം അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ അത് മേടിച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഇട്ട് തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇലയിലൊക്കെ ഇടുകയെന്ന് പറയുന്നുണ്ട്. ആൾ പിന്നെ വേഗം എടുത്തിട്ട് ആളുടെ വായയിലാണ് കേട്ടോ അന്നെടുത്തിട്ട്. പിന്നെ അതെടുത്ത് വായിലിട്ടതിന് ശേഷം പിന്നെ ചോറിനവിടെ പോയിരുന്നിട്ട് ചോറ് ഇങ്ങനെ വാരി വിതറാൻ വേണ്ടിയിട്ടാണ് ആളിരിക്കുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ്. അപ്പോൾ എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ സിബിൻ പോയിട്ട് അൽഫാം മേടിച്ചിട്ട് വന്നു കേട്ടോ. അൽഫാം മേടിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ രണ്ടാളും എല്ലാവരും ഉറക്കത്തിലാണ്. അപ്പം ഞാൻ അവർക്കുള്ളത് മാറ്റി വെച്ചിട്ട് നമുക്കുള്ളത് എടുത്തിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ. ഇനി കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഡാൻസ് ഉണ്ട് കുമ്പളക്കോട്. അപ്പോൾ അത് കാണാൻ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. കൈകൊട്ടിക്കളി കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി കിടന്നിട്ട് അത് കാണാൻ പോകാമെന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു.